ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫിയോണാസ് വേൾഡ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എത്രയും വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. അപ്പോൾ രാവിലത്തെ അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചിരുന്നത് ഇന്ന് ഫുള്ള് മഴ പെയ്യും, ഇന്ന് തോരത്തില്ല എന്നൊക്കെയാണ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ തോർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ നമ്മൾ പതിവ് പോലെ എഴുന്നേറ്റിട്ട് വന്നു. പക്ഷേങ്കിൽ ഇന്ന് അന്നുവിനെ ലല്ലുവിനെ സ്കൂളിൽ വിടുന്നില്ല എന്നൊരു തീരുമാനത്തോടു കൂടിയാണ് ഞാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം മറ്റൊന്നുമല്ല ഗൈസ്, എനിക്ക് ഭയങ്കര തലകറക്കവും തലവേദനയും ഛർദിലും ആകെപ്പാടെ ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടുപേരും പോവണ്ട, എനിക്ക് രാവിലെ ഒന്നും ചെയ്യാൻ വയ്യായിരുന്നു. അപ്പോൾ സന്തു എൻ്റെ അടുത്ത് പറഞ്ഞ് സാരമില്ല ഞാൻ വിട്ടോളാം, നീ രണ്ടുപേരും സ്കൂളിൽ പോയിക്കോട്ടെ, നീ അപ്പോൾ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നൂസിന് ഭയങ്കര സന്തോഷമായിരുന്നു. പോകണമെന്ന് പറഞ്ഞപ്പോൾ അന്നൂസ് വേഗം തന്നെ മോഹമൊക്കെ വീർപ്പിച്ചിട്ട് ഹോംവർക്കൊക്കെ എഴുതാൻ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ അന്നൂസ് ഇത്ത എഴുതുവാണ്. ഷൈനി ടീച്ചർ ഇപ്പം അവിടെ 2 ലൈനിലൊക്കെ എഴുതാൻ അവരെ പരിശീലിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അന്നൂസ് 2 ലൈനിലാണ് എഴുതുന്നത്. ഒരുപാട് അടുക്കും ചിട്ടയും ബേസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞിനെ ഇപ്പോൾ എഴുതുന്നതിന്. നല്ല മാറ്റമുണ്ട് അവൾക്ക്. അങ്ങനെ അവൾ വേഗം തന്നെ അവളുടെ 2 ലൈനൊക്കെ ഹോംവർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ലല്ലുവും പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. ലല്ലുവിൻ്റെയും അന്നുവിൻ്റെയും കാര്യങ്ങൾ മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നത് സന്തു ആയിരുന്നു. രണ്ടുപേരെയും സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് സന്തു രാവിലെ എഴുന്നേറ്റു. ഞാൻ അന്നേരം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, കിടക്കുമായിരുന്നു. എനിക്ക് വയ്യായിരുന്നു, തല നിവർന്ന് നിൽക്കാത്തതുപോലെ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം രാവിലെ ഒരു ചായ കുടിച്ചിട്ട് ഞാൻ വീണ്ടും കിടന്നു. സന്തു എണ്ണീറ്റ് വന്ന് രണ്ടുപേരെയും ഫ്രഷാക്കി, അന്നൂസിനെയും ഫ്രഷാക്കി, ലല്ലുവിന് കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഞാനുള്ളപ്പം അങ്ങനെ ചൂടുവെള്ളമൊന്നും ഉണ്ടാക്കി കൊടുക്കാറൊന്നുമില്ല. സന്തു എഴുന്നേറ്റ് വന്ന് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവളുടെ യൂണിഫോമൊക്കെ തേച്ചു. അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സന്തു ഇലയപ്പം ഉണ്ടാക്കി. അപ്പം എൻ്റെ ബുദ്ധിമുട്ട് കാരണം രണ്ടുപേരെയും വിട്ടിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു സന്തു ഇന്ന് പണിക്ക് പോവല്ലേ, എന്നെയും കൊണ്ട് ആശുപത്രിയിൽ പോയി, എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഞാൻ തല കറങ്ങി താഴെ വീഴും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ലാബിൽ പോയപ്പോൾ എനിക്ക് BP നല്ല കുറവായിരുന്നു കേട്ടോ, നല്ല കുറവ്. അവർ കുറേ വഴക്കൊക്കെ പറഞ്ഞു. പിന്നെ ഇത് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കയറിയായിരുന്നു. അന്നൂസിൻ്റെ ആധാറിൻ്റെ നമ്പർ എടുക്കണമായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ദാ ഒരു കറങ്ങുന്ന കസേര. അപ്പോഴത്തേക്കിന് ഞാൻ ഓർത്ത് അന്ന് ഒന്ന് കറങ്ങിക്കളയാമെന്നും പറഞ്ഞിട്ട് ആ കസേരയിൽ ഇങ്ങനെ കറങ്ങിയപ്പോൾ സന്തുനോട് ഞാൻ പറഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ എന്തോ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ ഒരു വീഡിയോ ഒക്കെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് നിനക്ക് ഓൾറെഡി കറക്കമല്ലേടി, പിന്നെ ഇരുന്ന് കറങ്ങുവാണോ എന്നൊക്കെ. അങ്ങനെ തിരിച്ച് വന്നില്ല, നമ്മൾ ആ വഴി തന്നെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് കപ്പയൊക്കെ വാങ്ങിച്ചു. കപ്പ വാങ്ങിച്ചിട്ട് ഇതാണ് അന്നൂസിൻ്റെ ആധാർ കാർഡ്. ഇതവിടെ കാണിക്കുമ്പോൾ അവർ ആധാർ നമ്പർ നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് തരും. അപ്പോൾ അവിടെ വന്നിട്ട് കുറേ സമയം ഞങ്ങൾ പോസ്റ്റ് അടിച്ചു. ഉച്ചയ്ക്ക് ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേനും 1:30 ആയപ്പോൾ നമ്മളവിടെ വന്നതാണ്. പക്ഷെ നമ്മൾ തിരിച്ച് ഇങ്ങനെ ആധാർ കിട്ടി. അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആധാർ കിട്ടി. അങ്ങനെ അന്നൂസ് നമ്മുടെ ഇന്ത്യയിൽ ഒരു പൗരി ആയിട്ടുണ്ട് ഗൈസ്, പൗരി ആയിട്ടുണ്ട്. അന്നൂസിന് ആധാർ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയാണ്. വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. രാവിലത്തെ ആ ഒരു അന്തരീക്ഷമേ അങ്ങ് ടോട്ടലി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോരുന്ന വഴിക്ക് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് എന്നാലും നല്ല തലവേദന ഉണ്ടായിരുന്നു. ഈ തല കറങ്ങുമ്പോൾ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് തല വെട്ടി പൊളക്കുന്നത് പോലുള്ള തലവേദനയാണ്. അപ്പം ഞാൻ വിചാരിച്ചു തുണികളൊക്കെ ഒരുപാട് ഉണങ്ങാനുണ്ട്, ആ തുണികളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് തറയിലൊന്ന് വിരിക്കാം. തറയിലാകുമ്പോൾ നല്ല ചൂടുണ്ട്, ആശയിലിടുന്നതിനേക്കാളും ഫാസ്റ്റായിട്ട് അങ്ങോട്ടേയും കിട്ടും. അങ്ങനെ എല്ലാ തുണികളും എടുത്ത് വിരിച്ചപ്പോൾ അമ്മച്ചി അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് എങ്ങനെയുണ്ട് സീബ, എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ രാവിലെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ജോലി ചെയ്ത് വരും, നമ്മുടെ ഒരു റൊട്ടീൻ ഉണ്ടല്ലോ, അതിങ്ങനെ അതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ജോലികളൊക്കെ ഏറെക്കുറെ ഒരു സമയം കൊണ്ട് ഫിനിഷ് ചെയ്യും. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നീണ്ട് കിടക്കും ജോലികൾ. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ സന്തുവിന് ഇന്ന് പണി മെനക്കെട്ടിട്ടുണ്ട്. എനിക്ക് വയ്യാഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ നിർബന്ധം കൊണ്ട് വിടാഞ്ഞതാണ്, പേടിച്ചിട്ട് ഞാൻ വിടാതിരുന്നതാണ്. തുണിയൊക്കെ കഴുകി അങ്ങനെ പെരപ്പുറത്ത് കയറിയപ്പോഴത്തേന് പേരയ്ക്ക കണ്ടിട്ട് അവിടെ നിന്ന് പേരയ്ക്കൊക്കെ തിന്നുവാണ്. അപ്പം ഞാൻ ഉണക്കമീനൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. സന്തുവിന് ചൂരക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് അന്നൂസിൻ്റെ അംഗനവാടിയിലെ ടീച്ചർ ഇട്ട് തന്നതാണ്. അവർ കളർ ചെയ്യുന്നതും ഡ്രോയിങ്ങും ഒക്കെ ഇങ്ങനെ ഇട്ട് തന്നതാണ്. പണ്ടത്തെ പോലെ നമ്മളൊന്നും പഠിച്ച ടൈമിലുള്ള അംഗനവാടിയൊന്നും അല്ല കേസ്. ഇപ്പം ഭയങ്കര ബിൽഡപ്പാണ്. കുഞ്ഞുങ്ങളെ നല്ലതായിട്ട് അവർ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. ഒന്നും അറിയാതെ LKGയിലേക്ക് കൊണ്ടുവിടുന്നതിനേക്കാളും നല്ലത് കുഞ്ഞുങ്ങൾ കുറച്ച് നാൾ നമ്മുടെ സൊസൈറ്റിയുമായിട്ട് മിങ്കിളായി പോകാൻ വേണ്ടിയിട്ട് അംഗനവാടി വിടുന്നത് ഭയങ്കര പ്രയോജനമാണ്. ഞാൻ എൻ്റെ മൂത്ത മകളെയും അവളെ LKGയിൽ വിട്ടിട്ടില്ല, ഞാൻ UKGയിലാണ് കൊണ്ടുവിട്ടത്. അവൾ പോകുന്ന സമയത്ത് തന്നെ അവൾ അക്ഷരങ്ങൾ ഏറെക്കുറെ നന്നായിട്ട് പഠിച്ചിട്ട് തന്നെയാണ്
അവൾ UKG പോയത്. അങ്ങനെ 3:30 സന്തു രണ്ടുപേരെയും വിളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എൻ്റെ ഒരു പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് രണ്ടുപേരും നല്ല സങ്കടത്തോടു കൂടിയാണ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. രണ്ടുപേരും വലിയ ഹാപ്പിയോടൊക്കെ വന്ന് അന്നൂസ് ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ച് മമ്മീ എന്ന് പറഞ്ഞിട്ട് ഉമ്മയൊക്കെ തരുന്നുണ്ട്. ലല്ലു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് വന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്, ആശുപത്രിയിൽ പോയോ, BP കുറവാ അല്ലയോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം എന്നെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് BP കുറവുള്ളൊരു വ്യക്തിയാണെന്നൊന്നും പറയത്തില്ല. നല്ല വണ്ണമൊക്കെ ഉണ്ട്, പക്ഷേ നല്ലതായിട്ട് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്ന കൂട്ടില്ല. ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് ഇപ്പം ഞാൻ കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ ബാഗ് ഇങ്ങനെ കൊണ്ടിടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ലല്ലു ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. അപ്പോൾ അന്നുവിനോട് ഞാൻ പറഞ്ഞു, അന്നുമോനെ എടുത്ത് വെക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ചേച്ചിയുടെ ബാഗ് അവൾ എടുക്കാൻ നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു അതും കൂടി എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ മറുപടി ഒന്നും പറയാതെ തന്നെ പെട്ടെന്ന് തന്നെ ബാഗൊക്കെ ഒന്ന് പൊക്കാൻ നോക്കി. പക്ഷേ അത് മുകളിലേക്ക് പൊങ്ങിയില്ല, വെയിറ്റ് ആയിരുന്നു. പിന്നെ കപ്പയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പ തിളയ്ക്കുന്നുണ്ട് അടുപ്പത്ത്. ഇങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇലയപ്പം ഉണ്ടാക്കി വെച്ചത്. 10 ഇലയപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഒന്നും ഉണ്ടാക്കാൻ തീരുമാനിച്ചില്ല, പെട്ടെന്ന് തീരുമാനമെടുത്ത് ഉണ്ടാക്കിച്ചതാണ്. തേങ്ങ തിരുമ്മിയതും എല്ലാം സന്തു തന്നെയാണ് ചെയ്തത്. അങ്ങനെ രണ്ടുപേരും ഇത് കഴിച്ചിട്ടാണ് പോയത്. ഞാനിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പഴഞ്ചോറാണ് രാവിലെ കഴിച്ചത്. ഉപ്പൊക്കെ ഇട്ട് ഇച്ചിരി പഴഞ്ചോറ് കഴിച്ചു. പഴഞ്ചോറ് കഴിച്ചിട്ട് പോയി നോക്കിയിട്ടും എനിക്ക് BP ലോ ആയിരുന്നു. 40 ഒക്കെ ഉള്ളായിരുന്നു. നല്ല ലോ ആയിരുന്നു. അവർ പോലും എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ ലല്ലു വന്നുകൊണ്ടേ തന്നെ ചോറ് കഴിക്കുകയാണ്. സന്തു അവിടെ മുടിക്ക് പിടിച്ച് വലിക്കുമായിരുന്നു. ഈ സന്തുവിന് എപ്പോഴും അവരുടെ അടുത്ത് ഇങ്ങനെ തോണ്ടിയും മാന്തിയും നിൽക്കണം, എന്നിട്ട് പിള്ളേരുമായിട്ട് ഗുസ്തി പിടിക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ. ഒരാൾ ശ്രദ്ധാപൂർവ്വം ഇരുന്ന് TV കാണുന്നുണ്ട്. അപ്പം ലല്ലു എന്താണ് എന്നും ചോറ് കഴിക്കുന്നത് നിങ്ങൾ വിചാരിക്കും. അവൾക്കിനി ഇവിടെ എന്തൊക്കെ 4 മണിക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞാൽ അവൾ വരുമ്പോൾ ഞാൻ അവളെ ചോറ് തന്നെ കഴിപ്പിക്കും. കാരണം ഉച്ചയ്ക്ക് അവൾ ചോറ് കഴിക്കത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. വീട്ടിൽ കഴിക്കാത്ത ലല്ലു സ്കൂളിൽ കഴിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല, നിശ്ചയവും ഇല്ല. അപ്പം എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവൾക്ക് പെട്ടെന്ന് പനി കയറി പിടിക്കും. ഇങ്ങനെ മെലിഞ്ഞിട്ടിരിക്കുന്ന ഒരു പ്രകൃതം അവളുടെ, പെട്ടെന്ന് പനി കയറി പിടിക്കും. പിന്നെ നമ്മൾ ക്ലാസ്സൊക്കെ ഒത്തിരി മുടങ്ങും, നോട്ട്സൊക്കെ ഒരുപാട് കാണും. അത് അവൾക്ക് എന്നെക്കാളും ടെൻഷനാണ് അവൾക്ക്. ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് അവൾ ചായ കുടിച്ചു, ബിസ്ക്കറ്റ് കഴിച്ചു. ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നപ്പോഴാണ് വീണ്ടും അടുത്ത മഴ പെയ്യുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ആ മഴ ഒന്ന് തോർന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി. തുണികളെല്ലാം എന്ന് പറഞ്ഞാൽ അവർ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന തുണികൾ കഴുകിയെല്ലാം ഇട്ടു. അത് രാത്രിയോടൊക്കെ തോരും. ഇല്ലെങ്കിൽ നമ്മൾ അകത്തെടുത്തിട്ട് ഫാനിട്ടൊക്കെ അങ്ങ് ഉണക്കിയെടുക്കും. വീണ്ടും ഭയങ്കര മഴക്കാർ കയറി വരുന്നുണ്ട്, ഇരുണ്ട് മൂടിയിട്ടുണ്ട്. അങ്ങനെ ലല്ലു ട്യൂഷന് പോയിട്ടില്ലായിരുന്നു. അങ്ങനെ അകത്ത് കയറി വന്നപ്പോൾ അന്നൂസിൻ്റെ മുടി ഒന്ന് കെട്ടിക്കൊടുക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടാണ് മുടി ഒന്ന് കിട്ടിയത്. അപ്പോൾ ബൈബിൾ കഥകളാണ്, ഈ ബൈബിൾ കഥകൾ വായിക്കുവാണേ. അപ്പം ഒന്ന് വായിച്ചു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഠിച്ച അക്ഷരങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കും. അങ്ങനെ യേശുപ്പച്ചനെ കാണുമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. അങ്ങനെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ടാണ് അന്നൂസിൻ്റെ മുടി ഞാൻ കെട്ടിക്കൊടുക്കുന്നത്. ബുഷൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അധികം മുടി ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് ഊരിപ്പോവും, ടൈറ്റായിട്ടൊന്നും കിടക്കത്തില്ല. അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് ഞാനും പോയി കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.